സ്വത്തുതർക്കത്തിന്റെ പേരിൽ വധഭീഷണിയും ഉപദ്രവവും വീടും വസ്തുവകകളും അടിച്ചു തകർക്കലും പതിവ്. 1.5 വർഷമായിട്ടും നീതി ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി കുടുംബം. ആക്രമണത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പുറത്തുവന്നു. തൃത്താല പടിഞ്ഞാറങ്ങാടി ചുങ്കത്ത് വീട്ടിൽ സാബിറയും മകളും മകനുമടങ്ങുന്ന കുടുംബത്തെയാണ് അയൽവാസിയും ബന്ധുവും നിരവധി പോലീസ് കേസുകളിൽ പ്രതിയുമായ മുഹമ്മദ് ഷാജി നിരന്തരമായി ആക്രമിക്കുന്നതായി പരാതിയുള്ളത്. സാബിറയുടെ ഭർത്താവ് വിദേശത്തും മകൾ കൊച്ചിയിൽ ജോലി ചെയ്തു വരികയുമാണ്. സാബിറയും 15 വയസ്സുള്ള മകനും മാത്രമാണ് നിലവിൽ വീട്ടിലുള്ളത്. കഴിഞ്ഞ ദിവസം 11:30യോടെയായിരുന്നു ഏറ്റവും ഒടുവിലത്തെ ആക്രമണം. സാബിറയുടെ വീട്ടിലെത്തിയ പ്രതി ഷാജി മതിലുകളും ലൈറ്റുകളും തകർത്ത ശേഷം മുറ്റത്ത് കിടന്നിരുന്ന കാറും അടിച്ചു തകർത്തു. തുടർന്ന് കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന ഭീഷണി മുഴക്കിയ പ്രതി അല്പസമയം കൂടി ആക്രമണം തുടർന്നു. ഇതിനിടെ വടികൊണ്ടുള്ള അടിയേറ്റ് സാബിറയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ ഇവർ പട്ടാമ്പിയിലെ ആശുപത്രിയിൽ ചികിത്സ നേടി. 1.5 വർഷത്തിലേറെ കാലമായി ഇത്തരം ദുരവസ്ഥയിലാണ് തങ്ങളെന്ന് സാബിറ പറഞ്ഞു. അയൽവക്കത്തുള്ള ഷാജി പറഞ്ഞ ആള് ഞങ്ങളെ 1.5 വർഷമായിട്ട് ഞങ്ങൾ ഉപദ്രവിക്കുകയാണ്. ഞങ്ങളെ മതിൽ മുഴുവൻ പൊളിച്ചിട്ട് കാൽമേൽ 2 ലൈറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ അടിച്ച് തകർത്ത് എൻ്റെ മോളിനെ എത്തി അനാവശ്യം പറയുകയാണ്. ഞങ്ങളെ എന്നും അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻ്റർലോക്കൊക്കെ പൊളിച്ച് ഓപ്പോസിറ്റ് പൊന്തയിലാണ് കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങൾക്ക് തൃത്താല പോലീസ് സ്റ്റേഷനിൽ എല്ലായിടത്തും ഞങ്ങൾ പരാതി നൽകിയിട്ടും ഞങ്ങൾക്ക് ഒരു നീതി ഇതുവരെ കിട്ടിയിട്ടില്ല. അത്രയും വിഷമത്തിലാണ് ഞങ്ങൾ. ഞാനും അവൻ്റെ സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെടുത്ത് വഴിയിൽ നമ്മളത് ഉണ്ടെങ്കിൽ അവരുടെ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് നമ്മളിത് കൊടുക്കാമെന്ന് പോലീസ് സ്റ്റേഷനിൽ മൊഴിയിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും നമ്മളെ നിത്യേന ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നലെ വന്നിട്ട് 11:30 മണിക്ക് വീടിൻ്റെ മുകളിൽ കല്ലെറിഞ്ഞപ്പോൾ ഞങ്ങൾ ഒച്ച കേട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൻ വടിയിട്ട് വന്നിട്ട് ഞങ്ങൾ കാറ് തല്ലി തകർക്കാണ് ഉണ്ടായത്. ഗ്ലാസ് മുഴുവൻ തച്ച് പൊട്ടിച്ച് കല്ലൊക്കെ എടുത്ത് സിറ്റൗട്ടിൽ കയറി ഞങ്ങളുടെ ദേഹത്തൊക്കെ തട്ടി മുറി വന്നിക്കണ്. പിന്നെ അനാവശ്യങ്ങളാണ് നിത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വസ്തുതർക്കത്തിന്റെ പേരിലാണ് ആക്രമണമെന്നും നിരവധി തവണ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ മടിക്കുകയാണെന്നും ഇവർ പറഞ്ഞു. ഒരു തവണത്തെ ആക്രമണത്തിന് പോലീസുകാർ സാക്ഷികളാണെന്നും ആക്രമണം നടക്കുമ്പോൾ പോലീസ് വീഡിയോ എടുക്കുകയും തന്നോട് വീട്ടിൽ കയറി വാതിലടച്ച് രക്ഷപ്പെട്ടുകൊള്ളാൻ പറഞ്ഞ് പോലീസ് പോയ സംഭവങ്ങളും ഉണ്ടായതായി ഇവർ ആരോപിക്കുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ഷാജിക്കെതിരെ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ന്യൂസ് തൃത്താല.